വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം, കഴിഞ്ഞ ഫ്രൈഡേയുടെ ക്യാനലിലെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഒന്ന് ഈ ഒരു ലെവലാണ്, ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്താൻ സാധ്യതയുണ്ട്. രണ്ട് ഓൾറെഡി എത്തിക്കഴിഞ്ഞു, ഈ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുപോലെ മൂന്നാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് കുറച്ചും കൂടി മുകളിലോട്ട് കയറി ഈ ലെവലിലേക്കൊക്കെ എത്താനാണ്. ഒരുപക്ഷെ ഇന്ന് എത്തുമെന്നുള്ള കാര്യം ഇത്തിരി സംശയമാണ്, എങ്കിലും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഇന്നത്തെ US ഓയിലിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് അനാലിസിസ് ചെയ്യാം. വൺ അവർ ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഈ സപ്പോർട്ട് ലെവലിന്റെ പ്രൈസ് റേഞ്ച് ആണ്. നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് നല്ല രീതിയിലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 65.721 ആൻഡ് 67.824. അതുപോലെ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 70.490, 69.453 ആൻഡ് അടുത്തത് 74.784, അത് റെസിസ്റ്റൻസ് ആണ്. ആൻഡ് 73.747, ഇനി അടുത്തത് 78.042 ആൻഡ് 76.887. അപ്പൊ ഇത്രയാണ് വൺ അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്. ഇനി മറ്റൊരു സപ്പോർട്ട് ഏരിയയും കൂടി ഈ ലെവലിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടേക്ക് മാർക്കറ്റ് എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ്, എന്നിരുന്നാലും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്ട്രോങ് സപ്പോർട്ട് ഏരിയയും ഇവിടെ നിന്ന് നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഏരിയനെ മാർക്ക് ചെയ്ത് വെക്കുന്നത്. 64.262 ആൻഡ് 63.510, ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് അല്ലെങ്കിൽ നല്ല സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഏരിയ ആണ്, മാർക്കറ്റ് വന്നു അല്ലെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഇത് എന്നുള്ളത്. അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നൊരു സപ്പോർട്ട് എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നല്ലൊരു കൺഫർമേഷൻ ആയിട്ട് കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീക്ക് സപ്പോർട്ടായിട്ടാണ് കാണുന്നത്. ഒരു നല്ലൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ലെവലിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഒരു മൂവ്മെന്റ് എന്തായാലും ഈ ലെവലിലേക്കോ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെയുള്ള ചെറിയൊരു FEGയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. അവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരുപക്ഷെ ഇവിടെ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക്, ഈ റെഡ് ലൈനിന്റെ താഴോട്ടേക്ക് വരികയും വരുന്ന സമയത്ത് നല്ലൊരു കൺഫർമേഷൻ തരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്തൊരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരുപക്ഷെ ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ, ശ്രദ്ധിക്കേണ്ട കാര്യം വീക്ക് കൺഫർമേഷൻ അല്ല, നല്ലൊരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ എക്സ്പെഷ്യലി അടുത്ത് ഈ റെഡ് ലൈനും ഈ റെസിസ്റ്റൻസ് ഏരിയയും ഒക്കെ നമുക്ക് ടാർഗറ്റ് ആണ്. അവിടേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവല് എന്ന് പറയുന്നത് വീണ്ടും ഇവിടെയാണ്. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയാൽ കാണാം, ഓരോ തവണ ഇവിടെ വരുന്ന സമയത്തും നല്ല രീതിയിലുള്ള പുൾ ബാക്കുകൾ വരുന്നുണ്ട്. അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി വരുന്ന സമയത്ത് ചിലപ്പോൾ മാർക്കറ്റ് ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങാം. അങ്ങനെയാണെങ്കിൽ ഇതോ ഈ ലെവലിലേക്കോ ഇറങ്ങാം. അല്ലെങ്കിൽ എത്തേണ്ട മറ്റൊരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ നോക്കിയാൽ കാണാം 50 മിനിറ്റ്സിന്റെ നല്ല സപ്പോർട്ട് എടുത്തൊരു ഏരിയയും കൂടിയാണ്. അവിടേക്കും ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. ഈ ഇറങ്ങല് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടേക്ക് മുകളിലേക്ക് ഇറങ്ങിയിട്ടും മുകളിലേക്ക് കയറി പോയിട്ടും ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങലും ഒരുപക്ഷെ ഇവിടേക്ക് തന്നെ ആയിരിക്കാം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതും ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ലെവലിലേക്ക് എത്താനുള്ള സാധ്യത, അതായത് വൺ അവറിന്റെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആക്ച്വലി ഒരു ബൈയിങ് എൻട്രി എന്ന് പറയുന്നത്, നല്ല സ്ട്രോങ് ആയിട്ടൊരു ബൈയിങ് എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ മുകളിലാണ്. ഈ ലെവലിന്റെ മുകളിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ട് ബൈയിങ് എൻട്രി ഉണ്ട്. അവിടെ നിന്ന് ഒരു ബൈ എടുക്കുകയാണെങ്കിൽ ഈ ലെവലിൽ, അതായത് അടുത്ത റെസിസ്റ്റൻസ് വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു സെല്ലിംഗ് എൻട്രി എന്ന് പറയുന്നത്
ഇതിന്റെ താഴെയാണ്. ഇതിന്റെ താഴെ എന്ന് പറയുമ്പോഴും ഇവിടെ ഒരു FEG ഉണ്ട്. FEGയിൽ വന്നിട്ട് നല്ലൊരു കൺഫർമേഷൻ എടുത്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സപ്പോർട്ടിന്റെ മുകളിൽ ക്ലോസ് ആവണം. എന്നാൽ മാത്രമേ FEGയിൽ നിന്നുള്ള എൻട്രി നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. എങ്കിൽ കുറച്ചുകൂടി മുകളിലോട്ടൊക്കെയുള്ള ഒരു എൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു FEGയിൽ നിന്ന് സപ്പോർട്ട് എടുത്തില്ലെങ്കിൽ അടുത്ത ഈ ലെവലിലേക്ക് വന്നിട്ടായിരിക്കാം നല്ലൊരു സപ്പോർട്ട് എടുത്ത് പോകുന്നത്. അപ്പോഴും മുകളിലോട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോ ഏരിയയിലേക്കും മാർക്കറ്റ് എത്തുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. എക്സ്പെഷ്യലി കൺഫർമേഷൻ വീക്ക് ആണോ സ്ട്രോങ് ആണോ എന്നുള്ളതൊക്കെ നോക്കുക. അല്ലാതെ ഒരിക്കലും ട്രേഡ് എടുക്കരുത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഏരിയാസിലേക്ക് എത്തുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അവിടെ വന്നിട്ട് ചെറിയ ടൈം ഫ്രെയിം, ഉദാഹരണത്തിന് 5 മിനിറ്റ്സോ 3 മിനിറ്റ്സോ 1 മിനിറ്റിലൊക്കെ വന്നിട്ട് കൺഫർമേഷൻ എടുത്തിട്ട് ചെറിയ ടാർഗറ്റ് വെച്ച് ഒരിക്കലും വലിയ ടാർഗറ്റിലേക്ക് പോകാതിരിക്കുക. കാരണം ചെറിയ ടൈം ഫ്രെയിമിൽ വലിയ ടാർഗറ്റ് വെക്കുന്ന സമയത്ത് എക്സാക്ട് ഏരിയയിൽ നിന്ന് പിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് സാധ്യത ഉള്ളതാണ്. അപ്പൊ ചെറിയ റിസ്ക് റിവാർഡുകൾ 1:1.5 അല്ലെങ്കിൽ 1:2 ഒക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി വരാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.